തൃശൂരിൽ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ 13 പേർക്ക് ദാരുണാന്ത്യം. ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ഐസിയുവിലാണ്. മൊത്തം 13 പേർ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, ഇപ്പോൾ ജലാശയത്തിൽ സ്കൂബ സംഘം നടത്തിയിരുന്ന തെരച്ചിലും ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പരിശോധനയും ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. മുണ്ടത്തിക്കോട് പരിസരത്ത് ഫോറൻസിക് സംഘമടക്കം കെഡാവർ നായ്ക്കളുമായിട്ട് മറ്റൊരു അന്വേഷണ സംഘം നാളെ എത്തി മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നാളെ പരിശോധിക്കും. നിലവിൽ 30 പേരാണ് അവിടെ ഈ 5 പ്രധാനപ്പെട്ട ശാലകളിലായിട്ടുണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 13 പേരുടെ മൃതദേഹങ്ങൾ കിട്ടുന്നു. 13 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 3-4 പേർ രക്ഷപ്പെട്ടു എന്നുള്ള വിവരവും വരുന്നുണ്ട്. ഇപ്പോൾ ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇക്ബാൽ, മുണ്ടത്തിക്കോട് നേരത്തെ ആ വെടിമരുന്ന് ശാലയിലും ഇപ്പോൾ ജലാശയത്തിലും ഉണ്ടായിരുന്ന തെരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുകയാണോ? തെരച്ചിൽ അവസാനിച്ചോ ഇക്ബാൽ? അരുൺകുമാർ, ഈ അപകട സ്ഥലത്തും അതുപോലെ തന്നെ നേരത്തെ സ്കൂബ സംഘം ഇറങ്ങി പരിശോധന നടത്തിയ ഈ അപകട സ്ഥലത്തിൻ്റെ 5 മീറ്റർ മാത്രം ദൂരമുള്ള ആ കുളത്തിലെയും പരിശോധന ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. സ്കൂബ സംഘം ഇറങ്ങി പരിശോധനകൾ നടത്തിയിരുന്നു. ആ പരിശോധന ഇപ്പോൾ നിലവിൽ പൂർത്തിയാക്കിയിരിക്കുന്ന സ്ഥിതിയിലാണ്. ഇനി പരിശോധനകളെല്ലാം നാളെ നടത്തുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നാളെ ഫോറൻസിക് സംഘവും പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും നേതൃത്വത്തിൽ ഈ സംഭവ സ്ഥലത്ത് വിശദമായിട്ടുള്ള പരിശോധന നടത്തും. അത് ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായാണ്. മാത്രമല്ല, കടാവർ നായകൾ ഉൾപ്പെടെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് പരിശോധന നടത്തും. ഈ ശരീരാവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഈ സംഭവ സ്ഥലത്ത് ഇനി ഉണ്ടോ, കണ്ടെത്താനുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. ഏതായാലും വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ അപകട സ്ഥലത്ത് നിന്നും മീറ്ററുകൾ ദൂരെയുള്ള വീടുകൾക്ക് പോലും ഈ അപകടത്തിൽ വലിയ രീതിയിൽ കേടുപാടുകൾ ഉണ്ടാവുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5 ഏക്കർ കഴിഞ്ഞാൽ മാത്രമേ വീടും മറ്റ് പരിസരങ്ങളും ജനവാസ മേഖലയും എല്ലാം ഉള്ളൂ. പക്ഷേ അവിടേക്കുൾപ്പെടെ വ്യാപകമായുള്ള കേടുപാടുകൾ സംഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ അപകടത്തിൻ്റെ ഒരു തോത് എന്ന് പറയുന്നത്. പരിസര സ്ഥലത്തെ വീടുകളിലേക്കെല്ലാം നമ്മൾ പോയപ്പോൾ അവിടുത്തെ ജനൽ ചില്ലുകളെല്ലാം തകർന്നു കിടക്കുന്ന സ്ഥിതിയായിരുന്നു. കാരണം ഞാനൊരു ദൃശ്യം ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കാണിക്കാം. കാരണം ഈ അപകട സ്ഥലത്തിന് ഏകദേശം ഒരു 100-150 മീറ്റർ മാത്രം ദൂരെയുള്ളൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് കാണാം ഈ അപകട സ്ഥലത്ത് നിന്ന് തെറിച്ചു വന്ന് കിടന്നിട്ടുള്ള ഈ പടക്കും അതുപോലെ തന്നെ മറ്റ് ഗുണ്ടുകളും എല്ലാം വീണ് ഇവിടുത്തെ ഈ കൃഷിസ്ഥലം ഉൾപ്പെടെ ഇവിടെ ഈ കത്തി നശിച്ച നിലയിലാണുള്ളത്. അതിനും ഒരു 200 മീറ്റർ അപ്പുറത്താണ് വീടുകളുള്ളത്. ആ വീടുകൾക്കെല്ലാം ഈ സാരമായി തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊപ്പം ഒരു വടക്കാഞ്ചേരി സ്വദേശിയുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ദൂരത്താണല്ലോ ചേട്ടാ? 10 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ. പക്ഷേ അവിടേക്ക് സൗണ്ട് പെട്ടെന്ന് സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ഞാൻ നെറ്റ് ഉണർന്ന് ഉറക്കത്തിലിരുന്നു. ഉണർന്ന് നോക്കിയപ്പോൾ ഇടിമിന്നലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഭാര്യയോട് പറഞ്ഞു ഫ്രിഡ്ജിൻ്റെ ഒക്കെ വയർ ഊരിയിട്ട്, ഞാൻ ടി വിയുടെ വയറൊക്കെ ഊരിയിട്ടു. അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ വണ്ടി എടുത്ത് പോന്നു. അപ്പോഴാണ് കൂട്ടുകാർ വിളിച്ച് പറയണത് ഇങ്ങനെ മുണ്ടത്തിക്കോട് ഇങ്ങനെ വെടിമരുന്ന് തീ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയണത്. ഇങ്ങനെ പേടിച്ചു. പിന്നെ ഇങ്ങനെ അറിഞ്ഞേക്കുമ്പോൾ വളരെ സങ്കടമായിട്ടുള്ള കാര്യമാണ്. കുറേ ആൾക്കാർക്ക് അപകടങ്ങൾ പറ്റിയെന്നൊക്കെ പറയും. അരുൺകുമാർ, ഈ സംഭവ സ്ഥലത്തിന് സമീപമുള്ള വീടുകളിലെ ആളുകൾ അവരെല്ലാം കിടന്നുറങ്ങുകയായിരുന്നു. ഉച്ച നേരമായിരുന്നു. ഭക്ഷണമെല്ലാം കഴിച്ച് കിടക്കുന്നതിനിടയിലാണ് പ്രദേശവാസിയായിട്ടുള്ള നിഖിലെല്ലാം നമ്മളോട് പറഞ്ഞിരുന്നു 2 കുട്ടികളുണ്ട്. ആ കുട്ടികളെല്ലാം ചേർത്തി കിടത്തി ഉറക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഈ സ്ഫോടനം സംഭവിച്ചത്. ആ ജനൽ ചില്ലകൾ തെറിച്ച് നിഖിലിൻ്റെ മകൾക്ക് പരിക്ക് വലിക്കുന്ന ആ സ്ഥിതി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതും ഏകദേശം ഈ സംഭവ സ്ഥലത്ത് 300-400 മീറ്ററുകൾക്ക് അപ്പുറമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളും സംഭവിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഏകദേശം ഈ 2:30 മണിക്ക് നടന്ന അപകടമാണ്. 7 മണി വരെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൃത്യമായി വെള്ളം എത്തിച്ചുകൊണ്ട് തന്നെ അവിടെ ഈ തീ കെടുത്തുന്ന നടപടികൾ ഉണ്ടായിരുന്നു. പക്ഷേ 7 മണിക്ക് നമ്മൾ ഉൾപ്പെടെ അവിടെ നിന്ന് ഈ റിപ്പോർട്ടിംഗ് ചെയ്യുന്ന സമയത്തും പിന്നീടും അവിടെ ചെറിയ രീതിയിലുള്ള പൊട്ടലുകൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ ആ മേഖലയിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ മാറ്റി നിർത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. എല്ലാവരും സംഭവ സ്ഥലത്ത് നിന്ന് പിന്നീട് മീറ്ററുകൾ മാത്രം ദൂരത്തേക്ക് നിർത്തിയാണ് ഇപ്പോൾ പരിശോധനകളും അതുപോലെ തന്നെ സുരക്ഷയും ഇപ്പോൾ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. നാളെയാണ് ഇനി കൂടുതൽ പരിശോധനകൾ ഉണ്ടാവുക. ഈ പരിശോധന എന്ന് പറയുന്നത് നാളെ ഫോറൻസിക് സംഘത്തിനും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കടാവർ നായകളെയും എല്ലാം എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ്. കാരണം ഈ തിരച്ചിൽ നേരത്തെ നിർത്തി പോലീസ് ഉദ്യോഗസ്ഥർ മടങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഈ സംഭവ സ്ഥലത്ത് നിന്ന് കുറച്ച് മീറ്ററുകൾ ദൂരെ മറ്റൊരു ശരീരാവശിഷ്ടം കണ്ടെത്തി എന്ന രീതിയിലുള്ള വിവരങ്ങൾ ലഭിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തി പരിശോധന നടത്തി ആ ശരീരാവശിഷ്ടം പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന സ്ഥിതി ഉണ്ടായത്. പിന്നീട് ആകെ ഇരുട്ടാവുന്നു. വെളിച്ചമെത്തിച്ച് പരിശോധന നടത്തിയെങ്കിൽ പോലും ഈ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടായതോടുകൂടി ചെറിയൊരു ആശങ്ക പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവുകയും പിന്നീട് പൂർണ്ണമായും പരിശോധന നാളെ നടത്താമെന്നുള്ളൊരു തീരുമാനമെടുക്കുകയായിരുന്നു. സമീപത്ത് ഒരു കിണറും അതുപോലെ തന്നെ കുളവും ഉണ്ടായിരുന്നു. ആ 2 വാട്ടർ ബോഡിയിൽ മാത്രം പരിശോധന നടത്തി ഇന്നത്തെ പരിശോധന അവസാനിക്കാനുള്ള തീരുമാനം സ്വീകരിക്കുന്നു. ആ പരിശോധനകൾ ഇപ്പോൾ നിലവിൽ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനി തുടർ പരിശോധനകൾ നാളെയാണ് അരുൺകുമാർ ഉണ്ടാവുക.
താങ്ക് യു ഇക്ബാലാണ് വിവരങ്ങൾ നൽകി.